ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. ദീപാവലിക്ക് ശേഷമുള്ള ആദ്യത്തെ ട്രേഡിംഗ് സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ഹൈ, ലൈഫ് ടൈം ഹൈ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇനി മാർക്കറ്റിൽ എന്താണ് ഇനി മുന്നോട്ടുള്ളത്, ഇനി എന്തൊക്കെയാണ് നമ്മൾ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കേണ്ടത് എന്നുള്ള ഒരു വിശദമായിട്ടുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് തന്നെയാണ് വേണ്ടത്. അതിനു മുമ്പ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവരുമായിട്ട് ചാനലിൻ്റെ ലിങ്ക് പങ്കുവെക്കാനും മറക്കരുത്. ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കായി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ, ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതുവഴി നമ്മുടെ ട്രേഡിംഗ് ടെലിഗ്രാം ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾക്ക് അംഗത്വം നേടാവുന്നതാണ്. അവിടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടിയുമായിട്ട് ഞങ്ങളും എല്ലാവരും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. ഇനി നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്കൊന്ന് പോകാം. ഇന്ന് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ 12,874 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 93 പോയിന്റിന്റെ അപ്സൈഡാണ് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത്. 12,932 ഓപ്പൺ ചെയ്ത നിഫ്റ്റി 12,934, അതായത് ഓപ്പൺ ചെയ്തതിൽ നിന്നും 2 പോയിന്റ് മാത്രമാണ് മുകളിലേക്ക് പോയിരിക്കുന്നത്. അവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് വന്ന് 12,797 എന്ന് പറയുന്ന ലോ പോയിന്റ് ടച്ച് ചെയ്യുണ്ടായി. അതും ഈ പറയുന്ന ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെയാണ് ഏകദേശം സംഭവിച്ചിരിക്കുന്നത് മനസ്സിലാവും. അതിനുശേഷം തുടർച്ചയായിട്ടുള്ള ഒരു ബൈങ് നമ്മൾ കണ്ടു. 12,934 ഹൈ വന്നിരിക്കുന്ന നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 12,874 നിഫ്റ്റിയുടെ ഇന്നത്തെ ലോ എന്ന് പറയുന്നത് 12,797 ആയിരുന്നു. ഒരു ഘട്ടത്തിൽ 12,800 താഴെ നിഫ്റ്റി വന്നു. 3 പോയിന്റ് മാത്രമാണ് താഴേക്ക് വന്ന് തിരിച്ച് നിഫ്റ്റി അതുപോലെ ബൈങ് തിരിച്ചു വന്നു. അതുപോലെ തന്നെ സെൻസെക്സ് നോക്കിക്കഴിഞ്ഞാൽ സെൻസെക്സിലും ഇന്ന് 314 പോയിന്റിന്റെ അപ്സൈഡാണ് കണ്ടത്. 43,952 പോയിന്റിന്റെ സെൻസെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മുടെ FIIs DIIs ബൈ നോക്കിക്കഴിഞ്ഞാൽ FIIs വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ സർപ്രൈസ് ചെയ്തുകൊണ്ട് ബൈങ് മോഡിൽ തന്നെയാണ്. 4,905 കോടി രൂപയുടെ ബൈങ് ആണ് FIIs വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും ഇന്ന് ബൈ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3,829 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. DIIs കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് മോഡിൽ പോകുന്നതും FIIs ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ബൈങ് മോഡിലുമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ആക്ട് ചെയ്യുന്നത്. നവംബർ പിറന്നതിന് ശേഷം ഏകദേശം നല്ലൊരു രീതിയിലുള്ള ബൈങ് തന്നെ FIIs വാങ്ങിക്കഴിഞ്ഞു. ഇനി അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ നീക്കങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും ഒരു പരിധി കഴിഞ്ഞാൽ മാർക്കറ്റ് റിയാക്ട് ചെയ്യുക എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ദീപാവലിയോടനുബന്ധിച്ചിട്ട് വീണ്ടും നമുക്ക് പല സോഴ്സുകളിൽ നിന്നായിട്ട് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് വീണ്ടും ഇന്ത്യയിലേക്ക് ഒരു വർഷത്തിനുള്ളിൽ ഒരുപാട് വിദേശ നിക്ഷേപങ്ങൾ കടന്നു വരാനുണ്ട്. പല ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ രീതിയിലായാലും ശരി, വിദേശ ഫണ്ടുകളായാലും ശരി. ഒരു എമർജിംഗ് മാർക്കറ്റ് എന്ന നിലയിൽ കോവിഡിന് ശേഷമുള്ള ഒരു എമർജിംഗ് മാർക്കറ്റ് മെയിൻ ഏഷ്യയിൽ ഇന്ത്യ ആയിരിക്കും എന്നുള്ള രീതിയിലേക്കുള്ള പോയിന്റുകൾ വരുന്നു. ആപ്പിൾ പോലുള്ള കമ്പനികൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വളരെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു പാരഡൈസ് ആയിട്ട് ഇന്ത്യ മാറും എന്നുള്ള കണക്കുകൂട്ടലാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പം അതിനെ തുടർന്ന് ആദ്യഘട്ടമെന്ന നിലയിലായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഈ FIIsനെ കാണേണ്ടത്. FIIs അത് മുന്നേ കണ്ട് ഇന്ത്യൻ കമ്പനികളിൽ നിക്ഷേപങ്ങൾ നടത്തുന്നതായിരിക്കാം. ഇന്ന് നമ്മൾ കണ്ടത് സിമെൻറ്റ് സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ റാലി ചെയ്യുന്നതായിരുന്നു. സിമെൻറ്റ് സ്റ്റോക്കുകളിൽ നല്ലൊരു ബൈങ് കണ്ടു. ACC, അംബുജ ഇതൊക്കെ അതിൻ്റെ ഹൈയിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണാൻ പറ്റി. അപ്പോൾ അതിനൊക്കെ വിശദമായിട്ട് പറയുന്നതിന് മുമ്പ് ഇന്ന് നമുക്ക് വേൾഡ് മാർക്കറ്റ് കൂടി ഒന്ന് നോക്കാം. യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ യൂറോപ്യൻ മാർക്കറ്റുകളും മൈനസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലണ്ടൻ നോക്കിക്കഴിഞ്ഞാൽ 89 പോയിന്റോട് കൂടിയാണ് ലണ്ടൻ FTSE ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാരീസ് മാർക്കറ്റായിട്ടുള്ള CAC നോക്കുന്നത് ഏകദേശം 8 പോയിന്റിൻ്റെ മൈനസാണ് കാണിക്കുന്നത്. ഫ്രാങ്ക്ഫർട്ട്, അതായത് ജർമ്മൻ മാർക്കറ്റ് 39 പോയിന്റിൻ്റെ മൈനസോട് കൂടിയാണ് ഇപ്പോഴും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേൾഡ് മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ കണ്ടിരുന്ന ഒരു മുന്നേറ്റം നമുക്ക് ഇന്ന് തുടരാനായില്ല എന്ന് വേണം കരുതാൻ. കാരണം ഏകദേശം 5ഓളം കമ്പനികളുടെ വാക്സിൻ ന്യൂസുകളാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഫൈസറിന് ശേഷം മഡോണ അവകാശപ്പെടുന്നത് ഏകദേശം മാർച്ചോടുകൂടി വാക്സിൻ UK ലഭ്യമാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതിൽ ഇന്ത്യയിലെ സെറം ബയോടെക്സിൻ്റെയും ഭാരത് ബയോടെക്സിൻ്റെയും വാക്സിനുകൾ 3ാം ഘട്ടത്തിലേക്ക് പരീക്ഷണത്തിൽ വരുന്നു. അപ്പോൾ വാക്സിനുകൾ ഒന്നിനു പുറകെ ഒന്നായി അനൗൺസ് ചെയ്യപ്പെടുകയും അതിൻ്റെ യഥാർത്ഥ രീതിയിലുള്ള അതിൻ്റെ ഫലം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ ഇനിയും വിശകലനം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ കൊറോണ കേസുകളിൽ ഇന്ത്യയിൽ വന്നിരിക്കുന്ന റിക്കവറി റേറ്റ് കുറച്ചുകൂടി പോസിറ്റീവായിട്ടാണ് മാർക്കറ്റ് എടുക്കുന്നത്. അതിന് പുറമെ ഇപ്പം ഈ മണിക്കൂറുകളിൽ പ്രധാനപ്പെട്ട ഒരു വാർത്തയിൽ വന്നിരിക്കുന്നത് ലക്ഷ്മി വിലാസ് ബാങ്കിനെ നമ്മുടെ RBI മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരിക്കുന്നു ലക്ഷ്മി വിലാസ് ബാങ്കിൽ എന്നുള്ളതാണ്. ഡിസംബർ 16 വരെയാണ് മൊറട്ടോറിയം വന്നിരിക്കുന്നത്. 25,000 രൂപയാണ് ഈ സമയത്ത് ബാങ്കിൽ നിന്നും പിൻവലിക്കാവുന്ന മാക്സിമം എമൗണ്ട് ആയിട്ട് വിളിച്ചിരിക്കുന്നത്.
അതിന് പുറമെ ഏകദേശം 2500 കോടി രൂപ ക്യാപിറ്റൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടായിട്ട് ബാങ്കിലേക്ക് കൊടുക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് RBI പറഞ്ഞിരിക്കുന്നത്. DSB ബാങ്കുമായിട്ട് ലയിപ്പിക്കാനാണ് ബാങ്കിനെ DBS ബാങ്കുമായിട്ട് ലയിപ്പിക്കാനാണ് ബാങ്കിനെ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ബാങ്കിങ് സെക്ടറിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബാങ്കിങ് സെക്ടറിൽ ഒരു പെർട്ടിക്കുലർ ബാങ്കിന് സംഭവിക്കുന്ന ഒരു അപജയം ഒരു ബാങ്കിങ് സെക്ടറിന് ഒരു ചെറിയ നെഗറ്റീവ് തന്നെയാണ്. പക്ഷേ ഇത് വലിയൊരു കാര്യമായിട്ട് മാർക്കറ്റ് എടുക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഈ പറയുന്ന ലക്ഷ്മി വിലാസ് ബാങ്കിൻ്റെ പ്രശ്നങ്ങൾ ഇന്നും തുടങ്ങിയതല്ല, വളരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഉള്ളതായിരുന്നു. ഏകദേശം ബാങ്കിൻ്റെ ഒരു ഘട്ടത്തിൽ 24% ഗ്രോസ് NPA കൂടുകയുണ്ടായി. നെറ്റ് NPA തന്നെ 7%-അധികമൊക്കെ വരികയുണ്ടായി. അതിനുശേഷം പുതിയ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കണ്ടിന്യൂ ചെയ്യാൻ പഴയ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കണ്ടിന്യൂ ചെയ്യാൻ ഷെയർ ഹോൾഡേഴ്സ് വിസമ്മതിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു കേസ് തന്നെയായിരുന്നു. ഓവറായിട്ട് ആൾക്കാർ പൈസ വിഡ്രോ ചെയ്ത് കൊണ്ടുവന്നു, അത് ക്യാപിറ്റലിനെ വളരെ സാരമായിട്ട് ബാധിച്ചു എന്നുള്ള രീതിയിലൊക്കെ പ്രഖ്യാപനം. അവസാനമായിട്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ഏറ്റെടുത്തിരിക്കുന്നത്, ഗവൺമെൻറ് തന്നെ ഇടപെട്ടിരിക്കുന്നത്. RBI മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഡിസംബർ 16 വരെ മാക്സിമം വിഡ്രോവൽ ലിമിറ്റ് 25,000 ആയിട്ട് പുതുക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ നിജപ്പെടുത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ഇത് ഒരു ചെറിയ രീതിയിലുള്ളെങ്കിലും നെഗറ്റീവായിട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ സംഭവിച്ചേക്കാം. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ഔട്ട്ലുക്ക് ഒന്ന് നോക്കാം. നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് ഡാറ്റ പ്രകാരം ഇപ്പം 12,874 ക്ലോസ് ചെയ്തിരിക്കുന്ന നിഫ്റ്റിക്ക് 19,950-നും 13,000-നും ഇടയിലാണ് ഇനി അടുത്ത അപ്പർ ക്യാപ്പ് എന്ന് പറയുന്നത്. ഇനി ഇത്രയും നല്ലൊരു പോസിറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 13,000-ന് മുകളിലേക്കുള്ള ഒരു യാത്ര നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഈ ഒരു അവസ്ഥ വെച്ച് 12,950-നും 13,000-നും ഇടയിൽ ചെറിയൊരു രീതിയിലുള്ള കറക്ഷന് നിഫ്റ്റിയിൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലോവർ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിക്ക് സപ്പോർട്ട് കിട്ടാനുള്ള ചാൻസ് 12,750 ആണ്. 12,750 ഫസ്റ്റ് സപ്പോർട്ടായിട്ട് നിഫ്റ്റിക്ക് ആക്ട് ചെയ്യാൻ സാധ്യത. ആ ഒരു രീതിയിലാണ് ഡെറിവേറ്റീവ് ഡാറ്റയുടെ അനാലിസിസ് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് സപ്പോർട്ട് അവിടെ കഴിഞ്ഞാലും പിന്നെ നിഫ്റ്റിയുടെ സാധ്യത കുറച്ചുകൂടി താഴോട്ടാണ്. 12,476 ടു 12,490 എന്നുള്ള രീതിയിലാണ്. 12,500-ന് സമീപത്താണ് നിഫ്റ്റിയുടെ അടുത്ത സപ്പോർട്ടായിട്ട് പറഞ്ഞിരുന്നത്. എക്സാക്ട്ലി പോയിന്റ്സ് വൈസ് പിടിക്കുകയാണെങ്കിൽ 12,490-നും 12,470-നും ഇടയിലായിരിക്കും നിഫ്റ്റി രണ്ടാമത് ഒരു കൺസോൾട്ടേഷൻ ഫേസ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ താഴോട്ട് വരികയാണെങ്കിൽ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തെടുക്കാൻ സാധ്യത. ഇത് രണ്ടാണ് നിഫ്റ്റിയുടെ സാധ്യത എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നാളെ യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ഓപ്പണിങ്ങും ഈ ഒരു ട്രേഡിംഗ് സെറ്റപ്പും വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിനാണ്, ചെറിയ രീതിയിലെങ്കിലും ഒരു ഫ്ലാറ്റിഷ് ഓപ്പണിങ്ങിനായിരിക്കും സാധ്യത. അൺലെസ് വി ആർ നോട്ട് ഗെറ്റിംഗ് എനി പെർട്ടിക്കുലർ ട്രിഗർ ഫോർ ഇന്ത്യൻ മാർക്കറ്റ് ഓർ ഏഷ്യൻ മാർക്കറ്റ്സ്. അത് പ്രധാനമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ്, ബാക്കിയുള്ള സ്റ്റോക്കുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സെക്ടർ വൈസ് പെർഫോമൻസ് ഇന്നത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി മെറ്റലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ റാലി ചെയ്തിരിക്കുന്നത്. 2.49%, ഏകദേശം 2.5% ഉയർച്ചയാണ് നിഫ്റ്റി മെറ്റലിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി PSU ബാങ്കുകൾ 2%-ലേറെ 2.24% ഉയർച്ചയാണ് നിഫ്റ്റി PSU ബാങ്കുകളിൽ നടത്തിയിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് നോക്കിക്കഴിഞ്ഞാലും ഏകദേശം 2% അടുപ്പിച്ചുള്ള ഉയർച്ചയാണ് നിഫ്റ്റി ബാങ്കിലും നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഇനി റിയാലിറ്റി സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ 1.91% ഉയർച്ച കണ്ടു. ഇനി പ്രധാനമായിട്ടും നെഗറ്റീവ്നെസ് ഫീൽ ചെയ്ത സെക്ടർ എന്ന് പറയുന്നത് ഒന്ന് നിഫ്റ്റി മീഡിയ തന്നെയാണ്. അതുപോലെ തന്നെ ഫാർമ, എനർജി, IT, അതുപോലെ തന്നെ FMCG എന്നീ കൗണ്ടറുകളിലാണ് നമ്മൾ കുറച്ച് വീക്ക്നെസ് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ചും ദിവാലിയോടനുബന്ധിച്ചിട്ട് വളരെ നല്ലൊരു ബൈങ് ഈ മേഖലകളിൽ കണ്ടിരുന്നു. അതിനുശേഷമുള്ള ഒരു ചെറിയ തളർച്ചയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. വേറെ പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു റീസൺ ഈ ഒരു കാര്യങ്ങളിൽ ഫാർമയായാലും മീഡിയ ആയാലും IT ആയാലും ഒന്നും കാണുന്നില്ല. ബാക്കിയുള്ള ലോക്ക്ഡൗണുകൾ പതുക്കെ മാറി വരുന്നു, ജനങ്ങൾ സാധാരണ നിലയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള അഭ്യൂഹം വളരെ ശക്തമായിട്ട് വിപണിയിലുണ്ട്. അതായത് 1, 2, 3 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ജനങ്ങൾ വീണ്ടും നോർമലായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ കൺസംഷൻ കൂടും എന്നുള്ള രീതിയിലാണ് കൺസംഷൻ സ്റ്റോക്കുകളിൽ ബൈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അൺലെസ് ഈ വാക്സിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു, അതിനെതിരെ ഒരു വാർത്തകൾ വരാതെടുത്തോളം കാലം, അല്ലെങ്കിൽ അതിനെതിരെ ഒരു വാർത്തകളോ വാക്സിൻ്റെ ഡെവലപ്മെൻറ്റ്സിനെ സംബന്ധിച്ചുള്ള മറ്റു വാർത്തകളോ വരാതെടുത്തോളം കാലം ഒരു പോസിറ്റീവായിട്ടുള്ള ഔട്ട്ലുക്ക് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്, പ്രത്യേകിച്ചും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷനുകളിൽ. അതുപോലെ തന്നെ നമുക്ക് ഇനി പ്രധാന US മാർക്കറ്റുകളിൽ വന്നിരുന്ന 2-3 ഡാറ്റാസ് വന്നിട്ടുണ്ട്. അതൊന്ന് എംപ്ലോയ്മെൻറ്റ് ഡാറ്റാസും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡാറ്റാസൊക്കെ വന്നിട്ടുണ്ട്. അതിനെയൊന്ന് നമുക്ക് നോക്കാം. US മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ ഡാറ്റ മന്ത് ഓൺ മന്ത് വന്നിട്ടുണ്ട്. ഒക്ടോബർ മാസത്തിലുള്ള ഡാറ്റ വന്നിരിക്കുന്നു. 1% ഉയർച്ചയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ മാസത്തെ കമ്പയർ ചെയ്തിരിക്കുമ്പോൾ -0.3% താഴ്ചയായിരുന്നു. അവിടെ നിന്നും പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്ലുക്കിലേക്ക് വന്നിരിക്കുന്നു. 1% പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ 1% പോസിറ്റീവാണ് കഴിഞ്ഞ മാസം നോക്കുമ്പോൾ. അതായത് എസ്റ്റിമേഷനും 1%ആയിരുന്നു. ആ ഒരു എസ്റ്റിമേഷന് അനുസരിച്ചിട്ടുള്ള ഡാറ്റ തന്നെയാണ് മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ US നിന്ന് വന്നിരിക്കുന്നത്.
US ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ, അതായത് കഴിഞ്ഞ മാസത്തെ ഒക്ടോബർ മാസത്തുള്ള US ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റയും വന്നിരിക്കുന്നു. അത് 1.1% ഉയർച്ചയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ മാസം നോക്കുകയാണെങ്കിൽ -0.6% ആയിരുന്നു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വന്നിരുന്നത്. അതിൽ നിന്നും പോസിറ്റീവിലേക്ക് വന്നിരിക്കുന്നു. മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് 1% ഉയർച്ചയായിരുന്നു. പക്ഷേ നേരെ മറിച്ച് 1.1% ഉയർച്ച US മാർക്കറ്റിലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ കാണിക്കുന്നു. നിഫ്റ്റിയിലെ പ്രധാനപ്പെട്ട ഗെയിനേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് കാണാൻ പറ്റുന്നത് ടാറ്റ സ്റ്റീൽ, ടാറ്റ മോട്ടോഴ്സ് 150ക്ക് ശേഷം വീണ്ടും 150 എബവ് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാറുണ്ട്. 155 എബവ് ഒരു 150 to 155 റേഞ്ച് ആയിരുന്നു ടാറ്റ മോട്ടോഴ്സ് നേരിട്ടിരുന്ന ഒരു പ്രധാന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിന് മുകളിലേക്ക് വന്നിരിക്കുന്നു. അതൊരു ഷോർട്ട് ടേമിലെങ്കിലും ടാറ്റ മോട്ടോഴ്സിലേക്ക് ഒരു ബൈ കാണുന്നു. 170 to 175 ആണ് നിഫ്റ്റി ഇനി നമുക്ക് ടാറ്റ മോട്ടോഴ്സിലേക്ക് കാണേണ്ട അടുത്ത ഒരു ലെവൽ എന്ന് പറയുന്നത്. മാർക്കറ്റ് കൂടി സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ചും ഇന്ത്യൻ മാർക്കറ്റുകളിലും യൂറോപ്യൻ മാർക്കറ്റുകളിലും വാക്സിൻ അനൗൺസേഷൻ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഒരു റാലിയിലേക്ക് ടാറ്റ മോട്ടോഴ്സ് നീങ്ങിയിരിക്കുന്നത്. HDFC ലൈഫ്, SBI, അതുപോലെ തന്നെ അദാനി പോർട്ട്, അദാനി ഗ്രൂപ്പ് ഷെയറുകളിൽ ഇന്ന് വലിയൊരു രീതിയിലുള്ള ഉയർച്ച നമ്മൾ കണ്ടു. അദാനി ഗ്യാസ് ആയിക്കോട്ടെ, അദാനി പോർട്ട് ആയിക്കോട്ടെ, അദാനി എനർജി, റിന്യൂവബിൾ എനർജി ആയിക്കോട്ടെ, എല്ലാ സ്റ്റോക്കുകളിലും നല്ലൊരു രീതിയിലുള്ള അപ്സൈഡ് നമ്മളിന്ന് കണ്ടു. അതുപോലെ തന്നെ നിഫ്റ്റിയിലെ പ്രധാനപ്പെട്ട ലൂസേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ BPCL, ഹീറോ മോട്ടോഴ്സ്, NTPC, IOC, HCL ടെക് എന്നിവയായിരുന്നു. അതുപോലെ തന്നെ നിഫ്റ്റി 200 ഇൻഡെക്സിലെ ഗെയിനേഴ്സിന് നോക്കിക്കഴിഞ്ഞാൽ അദാനി ഗ്യാസ്, അദാനി ട്രാൻസ്മിഷൻ, ഇന്ത്യൻ ഹോട്ടൽസ്. നമ്മൾ ദീപാവലിയുടെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോട്ടൽ ഇൻഡസ്ട്രീസ് പതുക്കെ റിക്കവറിയിലേക്ക് വരികയാണ്. കാരണം ഒരു ലോക്ക്ഡൗൺ ഒക്കെ തുടങ്ങി ആൾക്കാർ നോർമൽ സ്റ്റേജിലേക്ക് വരുന്നു. ആ സമയത്ത് ഇന്ത്യൻ ഹോട്ടൽ ഞാനൊരു ദീപാവലി സമ്മാനമായിട്ട് പറഞ്ഞതായിരുന്നു എല്ലാവർക്കും. ഇന്നത് നല്ല രീതിയിൽ 121 രൂപയോളം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിഫ്റ്റി 200 ലൂസേഴ്സിന് നോക്കിക്കഴിഞ്ഞാൽ ഫൈസറാണ്. അതുപോലെ തന്നെ പിരമിഡ് ഇൻഡസ്ട്രീസ്, JSW എനർജി, ഈ കമ്പനികളിൽ ചെറിയൊരു രീതിയിലുള്ള കറക്ഷനും നമ്മളിന്ന് കണ്ടതാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്ന് നോക്കാം. അതിൽ ഒന്ന് വരുന്നത് കുറച്ച് ടൈപ്പ് വാർത്തകളാണ്. ബിർള സോഫ്റ്റ്, ഇൻട്രോഗ്രിയ, അതായത് ഒരു കമ്പനിയുമായിട്ട് പ്ലാനിംഗ് സിസ്റ്റം ഒരു കമ്പനികളുമായിട്ട് ടൈപ്പിലെത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ വേലൻ ഹോട്ടൽസ് എന്ന് പറയുന്ന കമ്പനി അവരുടെ മൾട്ടിപ്ലക്സുകളും മാളുകളും അവന്യൂ സൂപ്പർ മാർക്കറ്റിന് ഏകദേശം 34 കോടി രൂപയ്ക്ക് വിൽക്കുന്നു എന്നുള്ള വാർത്തയാണ്. വേലൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, വേലൻ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് തമിഴ്നാട്ടിലെ ഒരു മോശമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന നല്ല രീതിയിൽ ബ്രാൻഡ് നെയിംസ് ഉള്ള ഒരു ഹോട്ടലുകളായിട്ടാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ എമൻഡം, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അവരുടെ K2 സീരീസ് ഓഫ് ട്രാക്ടേഴ്സിൻ്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് തെലങ്കാനയിൽ തുടങ്ങുന്നു എന്നുള്ള വാർത്ത ഇന്ന് പുറത്തുവിട്ടു. മാരുതി സുസുക്കി വീണ്ടും ദിവാലി സെയിൽസ് വളരെ നല്ല രീതിയിൽ പുരോഗമിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്ത റിലീസ് ചെയ്യുകയുണ്ടായി. മരുന്ന് കമ്പനികൾ തമ്മിലുള്ള പോരാട്ടം മുറുകുകയാണ്. ഫൈസർ ഡോക്ടർ റെഡീസ് ലാബിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഫൈസർ, അരബിന്ദോ ഫാർമ, ഡോക്ടർ റെഡീസ് ഇവരെയൊക്കെ പാറ്റന്റ് നിയമം ലംഘിച്ചു എന്നുള്ള രീതിയിലാണ് US മാർക്കറ്റിൽ അല്ലെങ്കിൽ US അവരുടെ പാറ്റന്റ് നിയമങ്ങൾ ലംഘിക്കുന്നു എന്നുള്ള രീതിയിൽ ഫൈസർ വളരെ നല്ല രീതിയിലുള്ള ഫൈസർ ഈ കമ്പനികൾക്കെതിരെ ഫയൽ ചെയ്തിരിക്കുന്ന കേസുകൾ കാണിക്കുന്നത്. അപ്പോൾ മരുന്ന് കമ്പനികൾക്കിടയിൽ അല്ലെങ്കിൽ ഫാർമ കമ്പനികൾക്കിടയിൽ ഈ കോവിഡ് വാക്സിൻ ഡെവലപ്മെൻറ്റ്സും മറ്റുള്ളതായിട്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റ് നടക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട്. മാരുതി അവകാശം 2 ലക്ഷത്തോളം കാറുകൾ അവർ ഓൺലൈൻ ചാനലുകൾ വഴി വിറ്റു എന്നുള്ളതാണ്. BPCLൻ്റെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ബിഡുകൾ, അതായത് 2ലധികം സോഴ്സുകളിൽ നിന്നും അവർക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് കിട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. സ്ട്രാറ്റജിക് സെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഭാരത് പെട്രോളിയത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 1ലധികം സോഴ്സുകളിൽ നിന്നും കോൺടാക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മിനിസ്ട്രി പറഞ്ഞിരിക്കുന്നത്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു. അതുപോലെ തന്നെ HDFC ഇൻഡസിൻ ബാങ്ക് ഏകദേശം 24 ലക്ഷത്തോളം ഷെയറുകൾ അവരുടെ ഇൻഡസ്ട്രീസിലുണ്ടായിരുന്ന അവരുടെ ഷെയറുകൾ ഇന്ന് ഓപ്പൺ മാർക്കറ്റിൽ വിറ്റിരിക്കുന്നു എന്നുള്ള വാർത്ത. IIFL സെക്യൂരിറ്റീസിൻ്റെ ഷെയറുകൾ ഇന്ന് നല്ല രീതിയിൽ കയറുകയുണ്ടായി. അവരുടെ സ്റ്റോക്കുകൾ അവർ തിരിച്ച് വാങ്ങാൻ നവംബറിൽ ബൈബാക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ് ഈ ഒരു ന്യൂസിന് പിറകിൽ. അതുപോലെ തന്നെ ടാറ്റ സ്റ്റീലിൽ HDFC മ്യൂച്വൽ ഫണ്ടിനുള്ള ഹോൾഡിംഗ് അവർ കുറക്കുന്നതായിട്ടുള്ള ഒരു വാർത്ത പുറത്തേക്ക് വന്നു. വരുന്ന ദിവസങ്ങളിൽ ഡൽഹിയിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. ഏകദേശം 6000-ഓളം ICU ബെഡുകൾ ഡൽഹിയിൽ മാത്രം അവൈലബിൾ ആകും എന്നുള്ള ഒരു രീതിയിലുള്ള വാർത്ത ഇന്ത്യൻ ഹെൽത്ത് മിനിസ്ട്രിയുടെ ഭാഗത്ത് വരികയുണ്ടായി. ഇത് കൊറോണയ്ക്കെതിരെ ഫലപ്രദമായിട്ടുള്ള നിയമങ്ങൾ എടുക്കുന്നത് അല്ലെങ്കിൽ ഫലപ്രദമായിട്ടുള്ള പോരാട്ടമാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു മാർക്കറ്റ് ഇൻ്റർപ്രിട്ടേഷൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര വാർത്തകൾ കുറച്ചു സ്റ്റേറ്റ്മെൻറ്റ് ഇറാനിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്നു. പുതിയ ഗവൺമെൻറ്റിന് ബൈഡന് മുന്നിലുള്ള ഒരു പ്രധാന ചലഞ്ച് തന്നെയായിരിക്കും ഇറാനുമായിട്ടുള്ള കോൺവെർസേഷൻ, ഇറാനുമായിട്ടുള്ള ഡീലുകളും കാര്യങ്ങളും.
കാരണം US-ൻ്റെ ഭാഗത്തു നിന്നും ഇനി ഏതെങ്കിലും തരത്തിലുള്ള മൂവ് ഇറാനെതിരെ വന്നു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ആഗോളതലത്തിൽ വന്നിരിക്കുന്നത്. അതിപ്പോൾ വളരെ രീതിയിൽ പ്രാധാന്യത്തോടു കൂടിയാണ് BBC റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ MGL ഗ്യാസ് കമ്പനിയായിട്ടുള്ള മഹാനഗർ ഗ്യാസ് ലിമിറ്റഡ് അവരുടെ ഒരു പ്രധാനപ്പെട്ട കണ്ണിൽപ്പെടുകയുണ്ടായി. അതായത് അവരുടെ വോളിയം ഗ്രോത്ത്, അവരുടെ സെയിൽസിലുണ്ടായിരുന്ന വർധനവ് ഏകദേശം 90 മുതൽ 95% വരെ അവർ തിരിച്ചു പിടിച്ചിരിക്കുന്നു. പ്രീ കോവിഡിന് മുന്നുണ്ടായിരുന്ന അതേ ഒരു നിലവാരത്തിലേക്ക് ഏകദേശം 95% കമ്പനി തിരിച്ചു വന്നു എന്നുള്ള രീതിയിലാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുന്നത്. സിൻജിൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനി അവർ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് R&D പാർട്ട്ണർഷിപ്പ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പാർട്ട്ണർഷിപ്പായിട്ടുള്ള ആറ്റലോ എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട് ഗ്ലോബൽ പാർട്ട്ണർഷിപ്പിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിരിക്കുന്നുള്ള വാർത്ത. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീൽ സ്ട്രിപ്സ് ലിമിറ്റഡ് വീൽസ് ലിമിറ്റഡ് അവർക്ക് വീണ്ടും ഒരു ഓർഡർ വന്നിരിക്കുന്നു. ഏകദേശം 5.8 കോടി രൂപയുടെ ഓർഡറുകളാണ് US-ൽ നിന്നും യൂറോപ്പിൽ നിന്നുമായിട്ട് കമ്പനിക്ക് വന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് ഗോൾഡ്മാൻ സാച്ചിൻ്റെ ഇന്ത്യൻ GDP-യിലുള്ള റിവിഷനാണ്. ഏകദേശം 10.3% വളർച്ചയാണ്, കോൺട്രാക്ഷനാണ്, അതായത് തളർച്ചയാണ് ഇന്ത്യൻ GDP-യിൽ പറഞ്ഞിരുന്നത്. ആദ്യം ഇത് മുന്നേ 14.8% കോൺട്രാക്ഷൻ, അതായത് താഴ്ച GDP-യിൽ വരും എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കട്ട് ചെയ്ത് 10.3% ഇന്ത്യൻ GDP കുറയാൻ പോകുന്നത് എന്നുള്ള വാർത്തയാണ് ഗോൾഡ്മാൻ സാച്ച് വന്നിരിക്കുന്നത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവാണ്. 14% ഇടിയും എന്ന് പറയുന്ന GDP-യിൽ 14% തളർച്ച ഉണ്ടാകും എന്ന് പറയുന്ന സ്ഥാനത്ത് ഇപ്പോൾ വെറും 10.3% തളർച്ച മാത്രമാണ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. അതുപോലെ തന്നെ ഫൈസറെ സംബന്ധിച്ചിട്ട് ഫൈസർ ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ട് ഏകദേശം 100 മില്യൺ കോവിഡ് വാക്സിൻ ഡോസസ് സപ്ലൈ ചെയ്യാനുള്ള കരാറുകളിൽ വന്നിരിക്കുന്നു എന്നുള്ള വാർത്ത. IRCTC എന്നുള്ള വാർത്തകളാണ്. IRCTC അവരുടെ മുംബൈ അഹമ്മദാബാദ് തേജസ് സർവീസ് നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു. നവംബർ 24 മുതലാണ് തൽക്കാലത്തേക്ക് നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏകദേശം ലോ ഓക്യുപ്പൻസി, ആൾക്കാർ വളരെ കുറവായതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത് എന്നുള്ളതാണ് IRCTCയുടെ ഭാഗത്തുനിന്നുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത്. റാംകോ സിസ്റ്റത്തിനെ സംബന്ധിച്ചിട്ട് വീണ്ടും പോസിറ്റീവായിട്ടുള്ളൊരു വാർത്തയാണ്. കാനഡയിലെ ലീഡിംഗ് സ്പെഷ്യാലിറ്റി എയർക്രാഫ്റ്റ് ഓപ്പറേറ്ററായിട്ടുള്ള കോണിയർ മാർക്സ് അവർ 1 വർഷത്തെ പേപ്പർലെസ് ഓപ്പറേഷനുമായിട്ട് റാംകോ സിസ്റ്റവുമായിട്ട് കരാറുകളിൽ ഏർപ്പെട്ടിരിക്കുന്നു. മാരുതിയെ വീണ്ടും സർപ്രൈസ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ധൻതേരസ് ദിവാലി സെയിൽസ് കഴിഞ്ഞ ദിവാലിയേക്കാൾ മുകളിൽ വന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. മാർക്കറ്റിനെ സർപ്രൈസ് ചെയ്തുകൊണ്ടാണ് മാരുതി ഈ ഒരു ഡാറ്റ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ഇങ്ങനെയുള്ള ഒരുപാട് ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നാളത്തേക്ക് നോക്കാനുള്ള അല്ലെങ്കിൽ നാളെ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുന്ന സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ആക്സിസ് ബാങ്ക് ആണ് ഒന്ന് കാണുന്നത്. ഏകദേശം 630 മുകളിലേക്ക് 35 640 വരെയുള്ളൊരു മൂവാണ് ഇന്നത്തെ ക്ലോസിംഗ് ബേസിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ആക്സിസ് ബാങ്കിലേക്ക് കാണുന്നത്. അതുപോലെ തന്നെ AU സ്മോൾ ഫിനാൻസ് ബാങ്കിലും ഒരു നല്ല രീതിയിലുള്ള ക്ലോസിംഗ് കാണുന്നു. ഏകദേശം ഒരു ബ്രേക്ക് ഔട്ട് ലെവലിന് ശേഷം വീണ്ടും അതൊരു 920 930 ലെവലിലേക്ക് വീണ്ടും പോകാനാണ്. പക്ഷേ AU സ്മോൾ ബാങ്കിലെ ഒരു ഡെലിവറി ബേസ്ഡ് അല്ലെങ്കിൽ ഒരു സ്വിംഗ് ബേസിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 860 താഴെയാണ് AU സ്മോൾ ബാങ്കിൽ ഒരു ചെറിയ വീക്ക്നെസ് കാണുന്നത്. ആക്സിസ് ബാങ്കിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞാൽ 613 താഴെയാണ് ആക്സിസ് ബാങ്കിലും ഒരു ചെറിയ വീക്ക്നെസ് കാണുന്നത്. ആക്സിസ് ബാങ്ക് ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് എനിക്ക് തോന്നുന്നു 630 640 ഒക്കെയുള്ള ഒരു ചാൻസസ് ആണ്, ഒരു റാലിയാണ് ആക്സിസ് ബാങ്കിൻ്റെ ബിൽഡപ്പ് കാണുന്നത്. ഡെറിവേറ്റീവ് ഡാറ്റയും ഈ ഒരു അസംഷനെ സഹായിക്കുന്നു. അതുപോലെ തന്നെ പക്ഷേ നെറ്റി ഞാൻ പറയുന്ന പോലെ എപ്പോഴും പറയുന്ന പോലെ തന്നെ മാർക്കറ്റിൻ്റെ ഒരു പോസിറ്റീവ്, മാർക്കറ്റ് ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് മാറുകയാണെങ്കിൽ ഇത് വർക്ക് ചെയ്യണമെന്നില്ല. നമ്മുടെ ഫേവറേറ്റ് സ്റ്റോക്കായിരുന്ന ആസ്റ്റർ മെഡിക്കെയർ വീണ്ടും അത് 164 അടുപ്പിച്ച് വന്നിരിക്കുന്നു. എനിക്കൊന്ന് വരും ദിവസങ്ങളിൽ പോസിറ്റീവ് മാർക്കറ്റ് കൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആസ്റ്ററിലുള്ള ഒരു ടാർഗറ്റ് ഏകദേശം നമുക്ക് 170 175 ഇടയിലേക്ക് മെച്ചപ്പെടുത്താവുന്നതാണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടായിട്ടുള്ള വാർത്തകളും കാര്യങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ നാളെ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യേണ്ട ലെവലുകൾ 12,950 13,000 ഇടയിലാണ് അപ്പർ ക്യാപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 12,750 താഴെയാണ് നിഫ്റ്റിക്ക് സപ്പോർട്ട് വരുന്നത്. ഇന്നത്തെ ഡെറിവേറ്റീവ് ഡാറ്റകളും അതിന് സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഉള്ളതിൽ നിന്നും ഏകദേശം ഒരു 120 പോയിൻറ്റ് താഴെയാണ് ഒരു മേജർ സപ്പോർട്ടായിട്ട് നിഫ്റ്റിക്കുള്ളത്. മുകളിലേക്ക് 100 പോയിൻറ്റിന് അടുപ്പിച്ച് ഒരു 75 പോയിൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിങ്ങുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അണ്ടിൽ നമുക്ക് അത്രയും വലിയൊരു പോസിറ്റീവ് ന്യൂസുകൾ, ഒരു കൺഫേംഡ് ആയിട്ടുള്ള ന്യൂസുകൾ വരാത്തിടത്തോളം കാലം നമുക്ക് പറ്റില്ല. അതുപോലെ തന്നെ നാളത്തെ ഇപ്പോഴത്തെ US മാർക്കറ്റിൻ്റെ ഇന്നത്തെ ട്രേഡിംഗ് എങ്ങനെ അവസാനിക്കുന്നു എന്നുള്ളതും നാളത്തെ ഏഷ്യൻ മാർക്കറ്റിൻ്റെ ക്യൂസും നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനമുള്ളതാണ്. പ്രത്യേകിച്ചും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിനായിരിക്കും കൂടുതൽ പ്രാധാന്യം എന്ന് പറയാം. സിമെൻറ്റ് സ്റ്റോക്കുകളിലും ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളിലുമാണ് വരുന്ന ആഴ്ചകളിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം ഇന്ന് സിമെൻറ്റ് സ്റ്റോക്കുകൾ റാലി ചെയ്ത് നമ്മൾ കണ്ടതാണ്. നല്ല രീതിയിൽ ഓൾ ടൈം ഹൈയിലേക്കാണ് നമ്മുടെ അംബുജ സിമെൻറ്റ്, അതുപോലെ തന്നെ
ACC പോലുള്ള സ്റ്റോക്കുകൾ വന്നത്, അൾട്രാടെക് പോലുള്ള സ്റ്റോക്കുകൾ വരുന്നത്. അപ്പോൾ സിമെൻറ്റ് സെക്ടറിലുള്ള റാലി നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള മറ്റു സെക്ടറുകളും സിമെൻറ്റ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിലുള്ള ഡെവലപ്മെൻറ്റ്സ് കാണുന്ന സമയത്ത് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, LNT പോലുള്ള ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾ, ഇങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾ എടുത്ത് നടത്തപ്പെടാവുന്ന കമ്പനികളിലൊക്കെയാണ് നമ്മുടെ ഫോക്കസ് വേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ IRB റോഡ് ഇൻഫ്ര എന്ന് പറയുന്ന IRB ഇൻഫ്രയാണ് റോഡ് കമ്പനികളിൽ അല്ലെങ്കിൽ റോഡ് മാനുഫാക്ചറിങ്ങളിൽ കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ അശോക ബിൽഡിക്കോൺ ഇങ്ങനെയുള്ള കമ്പനികളിലൊക്കെ നമുക്ക് ശ്രദ്ധ പോകേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത് വരുന്ന ദിവസങ്ങൾ വരുന്ന മാർക്കറ്റ് ഔട്ട്ലുക്കുകളിൽ ചർച്ച ചെയ്യാവുന്നതാണ്. ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടറിൽ ഐഡിയയുടെ ആർബിട്രേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏകദേശം ₹1 ഇന്ന് ഐഡിയയിൽ ഒരു ബൈങ് കാണുന്നു. എനിക്ക് തോന്നുന്നു ഐഡിയ ഒരു റിസ്കി ബൈ ആണെന്ന് നമുക്ക് പറയാം. എങ്കിലും പല ആൾക്കാരും ഐഡിയയിൽ ചെറിയ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണുന്നു. 10 മുതൽ 11 രൂപ വരെയാണ് ഷോർട്ട് ടേമിൽ ഐഡിയക്കുള്ള ഒരു ചെറിയ ടാർഗറ്റായിട്ട് കാണുന്നത്. പക്ഷേ ഇതൊരു വളരെ റിസ്കി ആയിട്ടുള്ള ഒരു പ്രൊഫൈലായിരിക്കാം ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെ കുറച്ചുകൂടി സേഫ് ബെറ്റാണ് ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടറിൽ നമുക്ക് കാണുന്നതെങ്കിൽ ഭാരതി എയർടെൽ തന്നെയായിരിക്കും, ഒരു സംശയമില്ലാതെ ബൈ. കാരണം കഴിഞ്ഞ 2 ക്വാർട്ടറുകളിലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കസ്റ്റമർ എഡിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭാരതി എയർടെലിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ടെലികോം സെക്ടറിൽ കുറച്ചുകൂടി പ്രൈസിങ് വൈസ് നോക്കിക്കഴിഞ്ഞാലും ഇന്ന് വന്നിരിക്കുന്ന വാർത്ത ഏറ്റവും ചെറിയ ആർപു, അതായത് ആവറേജ് റവന്യൂ പെർ യൂസർ ഉള്ളത് നമ്മുടെ ഐഡിയക്കാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഐഡിയയിൽ നിന്ന് ഒരു പ്രൈസ് ഹൈക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാതെ രീതിയിൽ അവർക്ക് 5G ഓപ്ഷനുകളിൽ പങ്കെടുക്കാനോ മറ്റോ സാധിക്കുകയില്ല. അതുപോലെ തന്നെ വലിയൊരു ബാധ്യതയാണ് ഐഡിയയെ സംബന്ധിച്ചിട്ട് ആർപു ക്ലിയറൻസിന് അല്ലെങ്കിൽ നമ്മുടെ AGR ക്ലിയറൻസിനായിട്ട് കിടക്കുന്നത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഐഡിയയിൽ വരുന്ന ദിവസങ്ങളിൽ ഇനി ഫോറിൻ ഫണ്ടുകളുടെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ വലിയൊരു കമ്പനിയുടെ സഹായമില്ലാതെ കമ്പനിക്ക് പിടിച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ടൈറ്റ് കോമ്പറ്റീഷൻ ഇനി വരാൻ പോകുന്നത് റിലയൻസ് ജിയോയും ഭാരതി എയർടെലും തമ്മിലായിരിക്കും. ഈ ഒരു മേഖല നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സേഫർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ നമുക്ക് ഭാരതി എയർടെലിനെ പരിഗണിക്കാം എന്നുള്ളതാണ്. ഒരു മീഡിയം പ്രോസ്പെക്ട് 3 to 4 months ടാർഗറ്റിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭാരതി എയർടെലായിരിക്കും കുറച്ചുകൂടി സേഫർ ബെറ്റ് എന്ന് പറയാം. പ്രത്യേകിച്ചും അവരുടെ നെറ്റ്വർക്ക് കവറേജും അവരുടെ കസ്റ്റമർ എഡിഷനും കാണുന്ന സമയത്ത് ജിയോയായിട്ടുള്ള ഒരു നേരിട്ടുള്ള നെക്ക് ടു നെക്ക് ഫൈറ്റിന് ഭാരതി എയർടെൽ തന്നെയായിരിക്കും ആ ഒരു ബെനിഫിഷ്യറി എന്ന രീതിയിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ യെസ് ബാങ്കിൻ്റെ ക്വാളിറ്റി പതുക്കെ ഇമ്പ്രൂവ് ചെയ്തു വരുന്നു എന്ന് വേണം കാണാൻ. പക്ഷേ ഇതൊരിക്കലും ഒരു റെക്കമെൻഡേഷനോ നമ്മൾ അതിലേക്ക് ചാടി വീഴുകയോ ചെയ്യരുത്. യെസ് ബാങ്കിന് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ SBI മാനേജ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ഒരു ഡെവലപ്മെൻറ്റ്സ് കാണുന്നു. SBIയുടെ ഡെപ്പോസിറ്റ് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ അവരുടെ മാനേജ്മെൻറ്റ് സ്റ്റൈൽ, ഡെപ്പോസിറ്റ് മൊബിലൈസേഷനൊക്കെ നോക്കുമ്പോൾ ചെറിയ രീതിയിലൊരു പോസിറ്റീവ്നെസ് യെസ് ബാങ്കിൽ കാണുന്നു. യെസ് ബാങ്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു പോസിറ്റീവ്നെസ് കൂടി മാർക്കറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കറക്ഷനോ മറ്റോ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ വരികയാണെങ്കിൽ 16 to 70, 70 to 80 ആ ഒരു 80 റേഞ്ച് വരെ 18 റേഞ്ച് വരെ നമുക്ക് യെസ് ബാങ്കിന് നോക്കാം. ഇത് വളരെ റിസ്കി ആയിട്ടുള്ളതാണ്. ഇതൊരിക്കലും നിങ്ങളൊരു കൺസിഡറേഷൻ ആയിട്ട് യെസ് ബാങ്കിനെ നോക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഒരു ബൈ ഇനീഷ്യേറ്റ് ചെയ്യാൻ നമുക്ക് ആയോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ SBIയിൽ എനിക്ക് തോന്നുന്നു യെസ് ബാങ്ക് എന്ന് പറയുന്നതിനും കാട്ടി കുറച്ചുകൂടി മാന്യത ഇനി SBI മാനേജ് ചെയ്യുന്ന ഒരു ബാങ്ക് എന്നുള്ള രീതിയിലാണ് ആ യെസ് ബാങ്കിനെ നമ്മൾ കാണേണ്ടത്. അതിനെപ്പറ്റി നമുക്ക് വരുന്ന വീഡിയോകളിൽ സംസാരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികളിലൊക്കെയാണ് നമ്മുടെ ശ്രദ്ധകൾ വേണ്ടത്. വരുന്ന ദിവസങ്ങളിലും മാർക്കറ്റ് ഔട്ട്ലുക്കുകൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കമൻറ്റുകൾ നമുക്ക് നോക്കാവുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസർച്ചുകൾ നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഷെയർ ചെയ്യും. അപ്പം എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെയേറെ നന്ദി. വൺസ് അഗെയിൻ സൈനിങ് ഓഫ് സുശാന്ത്.